എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി റെസിപ്പി നോക്കാം. ഈ മഴക്കാലത്ത് സ്നാക്കായിട്ടോ സൈഡ് ഡിഷായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ. വളരെ ഹെൽത്തിയാണ്. വൻപയർ വെച്ചാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ വൻപയർ കുത്തി കാച്ചിയതെന്നൊക്കെ പറയും. തോരൻ, പുഴുക്ക് എന്ത് വേണമെങ്കിലും പറയാട്ടോ. ഇത് ഒരു അടിപൊളി ഹെൽത്തിയാണിത്. ചീത്ത കൊളസ്ട്രോൾ അകറ്റി നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കാനും നിരവധി പ്രോട്ടീൻ, കാൽസ്യം എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് വൻപയറിൽ എന്ന് പറയപ്പെടുന്നത്. ഇത് കുറച്ച് നമുക്ക് കഴിച്ചാൽ വയറ് ഫില്ലായ പോലെ ഉണ്ടാവുകയും ചെയ്യും. വെയിറ്റ് ലോസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കാം. കുറച്ച് കഴിച്ചാൽ മതിയല്ലോ, പെട്ടെന്നൊക്കെ വിശപ്പൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച വൻപയർ കുക്കറിലിട്ട് വേവിച്ചെടുത്തു. അല്പം ഉപ്പും കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തത്. കുതിർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് വറുത്തിടണം. അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി എത്രയും കൂടുതൽ എടുത്താൽ അത്രയും നല്ലതാണ്. പിന്നെ വറ്റൽമുളകും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി തന്നെ ചേർക്കണം. ഇത് കുത്തി കാച്ചിയതെന്നൊക്കെയല്ലേ പേര്. അപ്പോൾ നമുക്കിത് കല്ലിൽ വെച്ച് ചതച്ചെടുക്കുക തന്നെ വേണം കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുത്തി ചതച്ചെടുത്തു. അതേപോലെ വറ്റൽമുളകും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടൊന്ന് അരച്ചൊന്നും എടുക്കണ്ട കേട്ടോ. ഇതേപോലെ കല്ലിൽ വെച്ച് ചതച്ചാൽ മതി. അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വേവിച്ച് വെച്ച വൻപയറാണ്. വറുത്തിട്ട് വേണമെങ്കിലും വേവിക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് കൂടുന്നാണ് പറയണത്. ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിട്ടാണ് വേവിച്ചത്. ഇനി നമുക്കിതൊന്ന് വറുത്തിടണം. അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോൾ കുത്തി ചതച്ച് വെച്ച വറ്റൽമുളക്, അതായത് ക്രഷ്ഡ് ചില്ലി അതുണ്ടെങ്കിലും അതും മതി കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളികളും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പയറുവർഗ്ഗങ്ങളായതുകൊണ്ട് വെളുത്തുള്ളി അല്പം ചേർത്താൽ, അധികം ചേർത്താലും നല്ലതാണ്. അതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തവർക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇത് ചതച്ചത് കൊണ്ട് വെള്ളമുള്ളത് കൊണ്ടാണ് ഈ വെളിച്ചെണ്ണ എല്ലാം അതിലേക്ക് മിക്സ് ആയത്. എണ്ണ കൂടുതൽ വേണ്ടവർക്ക് അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇത്ര ഡ്രൈ ഒന്നും ആവണ്ട കേട്ടോ. വൻപയർ വേവിക്കുമ്പോൾ അതിൽ വെള്ളം കൂടി ഉണ്ടെങ്കിൽ അതോടുകൂടി ഒഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുക. ഇതിരുന്ന് വറ്റിപ്പോയതാണേ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പയറല്ലേ, പൊട്ടി അങ്ങ് കുറുകിയൊന്നും പോവില്ലല്ലോ. ഇത്തിരി നനവോടുകൂടി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കൂടുതൽ ഇങ്ങനെ ഡ്രൈ ആവണ്ട. തണുക്കുമ്പോഴൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ അല്പം വെള്ളം കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. ആ ഉള്ളിയുടെയൊക്കെ വറവിലൊക്കെ നന്നായിട്ട് ഇളകി ആ സ്മെല്ലൊക്കെ അതിലേക്ക് പിടിക്കണം. പയറിലേക്കെല്ലാം പിടിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ചുവയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സൂപ്പർ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ കുത്തിക്കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം പറയൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.